അതായത് സ്വന്തം അമ്മ മരിച്ചു കിടക്കുന്ന കണ്ടാൽ പോലും ആ കുഞ്ഞിന് ഇനിയും കരയാൻ സാധിക്കില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഡ്രഗ്സിന്റെ വിഷയങ്ങൾ മനസ്സിലായ മക്കളെ? അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാൻ ചിരിക്കാൻ പറഞ്ഞത്. ഈ ചിരിയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനെ അമ്മയും പിടിച്ചിരുന്നത്. കാരണം നിങ്ങളുടെ മുഖത്തുള്ള ഈ ചിരിയാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ദിവസം ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിലേക്ക് വന്നു. ഓക്കെ, പേടിച്ചായിരിക്കും വരുന്നേ, ചെറിയ പേടി കാണും അല്ലെ? അപ്പൊ നിങ്ങളുടെ അധ്യാപകൻ നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പകുതി സമാധാനമാവൂലേ? കാരണം എന്താ? ആ ചിരിയാണ് നമുക്കൊരു കോൺഫിഡൻസ് അതില്ലാതായി പോകുന്നൊരവസ്ഥ ആലോചിച്ചേ. ഓക്കെ, ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ഇതിനു മുമ്പ് നെടുങ്കണ്ടം എക്സൈസ് റേഞ്ച് ഓഫീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു അമ്മ എന്നെ ടോപ്പുമിൻ കേട്ടിട്ടോ? ടോപ്പുമിൻ. ഓക്കെ മക്കളെ, എങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഈ കഞ്ചാവ് മേടിക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ അവരെന്ത് ചെയ്യും? വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായി വിൽക്കും. അല്ലെ, അമ്മ പണിക്ക് വയസ്സ് കുറിച്ചിരിക്കുന്ന പൈസ എടുത്തു. സാറേ അവനെ തല്ലരുതേ. എന്താ പറഞ്ഞേ? സാറേ എനിക്ക് ഒരു മോനേ ഉള്ളൂ, ഞാൻ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയെന്ന് പറഞ്ഞു കേട്ടോ. ഇവനെ നമ്മുടെ ഇടുക്കിയിലെ DHC സെന്ററിൽ കൊണ്ടുപോയി, വിമുക്തിയുടെ DHC സെന്ററിൽ കൊണ്ടുപോയി 3 ദിവസം കഴിഞ്ഞ് ചെറുക്കനെ ഞാൻ കാണാൻ പോയപ്പോൾ 20 വർഷം 20 വർഷമാണ് അവന് നേടണം കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾ സ്നേഹം എന്നും മനസ്സിൽ കൊണ്ടു നടക്കുക. കാരണം ഞാൻ പല കുട്ടികളുടെയും കണ്ണീരെടുത്തുള്ള കണ്ണീര് കാണുന്നുണ്ട്. ആ കണ്ണീരാണ് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടുള്ള നിങ്ങളുടെ സ്നേഹമെന്ന് എനിക്കറിയാം. ആ സ്നേഹം ഒരിക്കലും കളയാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വിജയം നേടി നാളെ ഈ സ്റ്റേജിൽ നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു ദിവസം ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ സ്കൂളുകാർ എന്തിനു വേണ്ടി ആ സ്വപ്നം നേടിയിട്ട് അവിടെ എത്തുമല്ലേ? എന്താ മോനെ സ്വപ്നം? ക്ലാസ് എടുക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ടിറ്റോ സാറ്, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ടിറ്റോ സാറ് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിൻ്റെയും ബഹുമാനിക്കേണ്ടതിനെയും കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചു. പ്രിവെന്റീവ് ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ അതിലേക്ക് നമുക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ അളവിൽ ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്തേക്കും നമ്മുടെ ഓരോ സംസ്ഥാനത്തേക്കും നമ്മുടെ ജില്ലകളിലും അതുപോലെ പ്രധാനപ്പെട്ട ടൗണുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്വയം ഓരോരുത്തരും ഇത് എനിക്ക് വേണ്ട, ഞാനിത് ഉപയോഗിക്കില്ല എന്ന്